നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ 27-28 തീയതികളിൽ തുലാം രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യമാണ്. കോടികളുടെ ധനവരവുണ്ടാവും. അതുപോലെ തന്നെ തീർച്ചയായിട്ടും അത്യാവശ്യം തട്ടുപൊളിപ്പൻ സൗഭാഗ്യങ്ങൾ വന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ 2025 ഡിസംബർ 27 വെളുപ്പിന് 3:10 AM മുതൽ ഡിസംബർ 29 രാവിലെ 7:25 AM വരെയുള്ള കാലയളവിലാണ് ഈ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. നിങ്ങൾ പറയും കോടികൾ, ഇപ്പോൾ 10,000 രൂപ ശമ്പളമുള്ള ഒരു സെയിൽസ്മാൻ, 10,000 രൂപ ശമ്പളം, അയാൾക്ക് എങ്ങനെ കോടികളുടെ ധനവരവ് വരും? പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങളുടെ വരുമാനം എന്തോ ആയിക്കോട്ടെ, 10,000 രൂപയോ 10 ലക്ഷമോ എന്തോ ആയിക്കോട്ടെ മാസ വരുമാനം, ഈ ദിവസങ്ങളിൽ ഈ പറഞ്ഞ കാലയളവിൽ നിങ്ങൾക്ക് കോടികൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഞാൻ ആവർത്തിക്കുന്നത്. ഓക്കെ, ഇത് പറഞ്ഞു തരുന്നതിന് എനിക്ക് എന്ത് തരും? നിങ്ങൾ ദക്ഷിണ ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ശരി, പക്ഷെ പണമായിട്ട് ഞങ്ങൾക്ക് വേണ്ട. തൽക്കാലം ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുകൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ആവർത്തിക്കുന്നു, തുലാം രാശിക്കാർക്ക്, തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യം 3 പാദം. ഓക്കെ, തുലാം രാശിക്കാർക്ക് നിങ്ങൾ 10,000 രൂപ മാത്രം ശമ്പളമുള്ള ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് കോടികളുടെ ധനവരവ് പ്രതീക്ഷിക്കാം. 100% ഉറപ്പ് എന്ന് ഞാൻ പറയുന്നില്ല, തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. അത് പറയുന്നത് ഈ പറഞ്ഞ ഏകദേശം 48, ഏകദേശം 50-52 മണിക്കൂറുകളിൽ നിങ്ങൾക്ക് കോടികൾ വന്നു ചേരാം. ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അത് ചെറുതും ഒന്നും അല്ല, ഇമ്മണി വലിയ ഒന്നൊന്നര കണ്ടീഷൻസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഈ മണിക്കൂറുകളിൽ 9 ഗ്രഹങ്ങൾ അനുകൂലമാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം കൂടുതൽ സാധ്യതകൾ പിന്നീട് ഒരിക്കൽ വന്നെന്ന് തരത്തില്ല. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇപ്പോൾ 10,000 രൂപ ശമ്പളമുള്ള ഒരാൾ, ഓക്കെ, 50 രൂപ ചിലവാക്കി 1 കോടിയുടെ ലോട്ടറി എടുക്കുന്നത് വെച്ചോ, അടിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതായത് ലോട്ടറി അടിക്കും എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ബേസിക് ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ തുലാം രാശിക്കാർക്ക് ദിനഫലത്തിൽ അഥവാ രാശിഫലത്തിൽ 5ാം ഭാവത്തിൽ സർപ്പം അഥവാ രാഹു നിൽപ്പുണ്ട്. 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് കേതു അഥവാ ശിഖി നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ലോട്ടറി അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രഹനിലയിൽ സർപ്പം അഥവാ രാഹു അനുകൂലമായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു മഹാദശയോ അന്തർദശയോ ഒക്കെ വരണം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ രീതി, അതായത് നിങ്ങൾക്ക് തോന്നുമ്പം കയറി ദൈവം എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചാൽ പോരാ. അങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ ദൈവം ചെവി തന്നൊന്നും വരില്ല. അതിന് പ്രത്യേക ടൈമൊക്കെ ഉണ്ട് പ്രാർത്ഥിക്കുന്നതിന്, മുഹൂർത്തങ്ങളുണ്ട്, എല്ലാത്തിനും മുഹൂർത്തമുണ്ട്. ഓക്കെ, അതുപോലെ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതിന് മുഹൂർത്തമുണ്ട്. ബ്രഹ്മമുഹൂർത്തത്തിൽ കിടന്നുറങ്ങിയിട്ട് കോടികൾ കിട്ടിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, കിട്ടത്തില്ല. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിച്ചിരിക്കണം.
ഏകദേശം ബ്രഹ്മമുഹൂർത്തം ഇപ്പോൾ ഇതിപ്പോൾ ഉദാഹരണത്തിന് ബ്രഹ്മമുഹൂർത്തം ഡിസംബർ 22, 23 തീയതികളിൽ രാവിലെ 5:09 AM മുതൽ 5:57 AM വരെയാണ് 22, 23 ദിവസങ്ങളിൽ ബ്രഹ്മമുഹൂർത്തം. ഈ സമയത്തൊക്കെ കിടന്ന് ഉറങ്ങിയിട്ട് ഇതൊന്നും കിട്ടിയെന്ന് വരത്തില്ല. ഓക്കെ, ലോട്ടറി മാത്രമല്ല, വേറെയൊക്കെ ഒരുപാട് സാധ്യതകൾ ഞാൻ പറയാം. അതായത് നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കുന്നു, ഒരു 5 മണിക്ക് മുമ്പായിട്ട് എഴുന്നേറ്റ് കുളിച്ച് 5:30 മുമ്പായിട്ട് നമ്മൾ വിളക്ക് കത്തിക്കുന്നു. ഓക്കെ, പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെ പ്രാർത്ഥിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ പല വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ട് ആവർത്തിക്കുന്നില്ല. അപ്പോൾ എന്നിട്ട് ക്ഷേത്ര ദർശനം നിർബന്ധമാണ്. എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നിർബന്ധമാണ്. അത് ഏതൊക്കെ അമ്പലത്തിൽ പോകണമെന്നൊക്കെ ഉള്ളത് ഞാൻ പല വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മന്ത്രങ്ങൾ ഏതൊക്കെ ചൊല്ലണം. ഓക്കെ, മന്ത്രങ്ങൾ അത് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ തന്നെ പുതുതായിട്ട് ഞാനൊന്നും കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. മൂലമന്ത്രങ്ങൾ ഒരു 9 എണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കോടിക്കണക്കിന് മന്ത്രങ്ങളാണുള്ളത്. അതെല്ലാം കൂടെ നമുക്ക് ചൊല്ലാൻ ഒക്കത്തില്ല. അപ്പോൾ സെലക്ട് ചെയ്ത് ഞങ്ങൾ കുറേ മന്ത്രങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ കൂടാതെ തീർച്ചയായിട്ടും വിഷ്ണു സഹസ്രനാമം ദിവസവും ചൊല്ലുക. അതിനും പ്രത്യേക ടൈം ഉണ്ട്, കൃത്യസമയത്തിന് ചെയ്യുക. അതുപോലെ ശ്യാമളാദണ്ഡം, അമ്പലം അടഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ശ്യാമളാദണ്ഡകം ചൊല്ലുക. അതുപോലെ തന്നെ അമ്പലം തുറന്നിരിക്കുന്ന സമയങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് മൂലമന്ത്രങ്ങൾ ഓം നമ ശിവായ, ഓം നമോ നാരായണായ ഒക്കെ ചൊല്ലണം. പിന്നെ ദാനധർമാദികളുടെ കാര്യം ഞാൻ പറയാറുണ്ട്. തീർച്ചയായിട്ടും കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി. അപ്പോൾ അത് അതൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ട ഒരു സംഭവമാണ്, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി. അതായത് ഒറ്റ വാക്യത്തിൽ പറയാം, ഈശ്വരന് ഇഷ്ടപ്പെടത്തില്ലെന്ന് നമുക്ക് അറിയാവുന്ന ഒരു ചിന്ത പോലും നമുക്ക് പാടില്ല, വാക്കുകൾ പറയാൻ പാടില്ല. അതുപോലെ തന്നെ പ്രവൃത്തിയിലും നമ്മൾ ഈശ്വരന് ഇഷ്ടപ്പെടാത്തതൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ മഹാദശ, അന്തർദശ ഇതെല്ലാം അനുകൂലമായിരിക്കണം. അപ്പോൾ ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് ചെയ്തു തുടങ്ങിയിട്ട് കാര്യമില്ല. നീളത്തിൽ നമ്മുടെ ജീവിതം കിടക്കുകയാണ്. അപ്പോഴൊക്കെ നമ്മൾ ഇതൊക്കെ പ്രാർത്ഥിച്ച് കൃത്യനിഷ്ഠയോടെ, വളരെ നിഷ്ഠയോടെ നമ്മൾ ജീവിച്ച് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാലേ ഇതൊക്കെ കിട്ടുകയുള്ളൂ. അല്ലാതെ ചുമ്മാതെ ഏതെങ്കിലും ഒരു ദിവസം കയറി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് സ്ഥിരം ഏറ്റവും അതായത് ജീവിതത്തിലെ ഒരു ദിവസം തുടങ്ങുമ്പോൾ സായിപ്പന്മാർ പറയുന്നത് വെൽ സ്റ്റാർട്ടഡ് ഹാഫ് ഡൺ ആണ് സായിപ്പന്മാർ പറയുന്നത്. ഓക്കെ, നമ്മൾ തുടക്കം ഏറ്റവും ഭംഗിയായിരിക്കണം ഓരോ ദിവസം തുടങ്ങുമ്പോഴും. ഇപ്പോൾ രാവിലെ 5 മണിക്ക് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥന തന്നെയാണ് ഏറ്റവും ആദ്യം വേണ്ടത്. ഈശ്വരനെ കൂടാതെ നമുക്ക് ഒന്നും നേടാനാകത്തില്ല. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളോ കോടികളൊന്നും വരത്തില്ല. പിന്നെ ഇപ്പോൾ ലോട്ടറിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, അതിൻ്റെ ഈ പറഞ്ഞ നിങ്ങളുടെ ഭാഗ്യ നമ്പറുകൾ കണ്ടുപിടിക്കണം, ഭാഗ്യ നക്ഷത്രങ്ങൾ കണ്ടുപിടിക്കണം, ഭാഗ്യ ഡേറ്റുകൾ കണ്ടുപിടിക്കണം. അങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങളുണ്ട്. ഭാഗ്യ മുഹൂർത്തങ്ങൾ ഏതൊക്കെ, അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ലോട്ടറിയുടെ കാര്യം. ഓക്കെ, കൂടാതെ നിങ്ങൾ 10,000 രൂപ ശമ്പളമുള്ള ഒരു ജോലിക്കാരാന്നിരിക്കട്ടെ, നിങ്ങൾ ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾ ഭൂമി കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമി ഇല്ലെങ്കിൽ പോലും, 1 സെൻറ്റ് ഭൂമി ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇടനിലക്കാരനായിട്ട്, ബ്രോക്കറായിട്ട് നിൽക്കാം. ഇപ്പോൾ 10 കോടിയുടെ ഒരു വസ്തു കച്ചവടം നടത്തി കഴിഞ്ഞാൽ എത്ര രൂപ കമ്മീഷൻ കിട്ടും? 1%, 2%, 3% വരെ കമ്മീഷൻ കിട്ടാം. 100 കോടിയുടെ ഒന്ന് ചിന്തിക്കും. തീർച്ചയായിട്ടും കോടികൾ വരുമാനമുണ്ടോ? അത് ഇപ്പോൾ ഇന്ന് ഈ നിമിഷം നടക്കാം. നിങ്ങൾ നേരത്തെ തന്നെ
അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കണം. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായിട്ട് നിൽക്കുന്നതിന് 1 രൂപ ചിലവില്ല, 1 രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. ലോട്ടറിയിൽ 50 രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഓക്കെ, റിയൽ എസ്റ്റേറ്റിൽ, ഭൂമി കച്ചവടത്തിൽ ഒരു പൈസയും വേണ്ട. ഏറിപ്പോയാൽ നമുക്കൊരു ഫോൺ മതി. ഓക്കെ, അതുണ്ടെങ്കിലല്ലേ ഇത് കാണാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അപ്പോൾ സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ സീരിയസ് ആയിട്ട് നിങ്ങൾ ഭൂമി കച്ചവടത്തിന് ബ്രോക്കറായിട്ട് പ്രവർത്തിക്കുക. അതിന് പൈസയൊന്നും ചിലവൊന്നുമില്ല. 100 കോടിയുടെ ഒരു ബിസിനസ് ആണെന്ന് കഴിഞ്ഞാൽ 1 കോടി മിനിമം എന്തായാലും കമ്മീഷൻ കിട്ടും. പോരെ? രണ്ടാമത്തത്. പിന്നെ അതുപോലെ തന്നെ ഇൻഷുറൻസ് മേഖലയിൽ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്, ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. ഇതിനൊക്കെ ചിലപ്പോൾ ഒരാൾ 10 കോടിയുടെ അല്ലെങ്കിൽ 25 കോടിയുടെ അല്ലെങ്കിൽ 100 കോടിയുടെ ഒക്കെ ഒരു പോളിസി എടുത്തെന്ന് വരാം. അങ്ങനെ ആരും എടുക്കത്തില്ലെന്നും നമുക്ക് ഉറപ്പിച്ചെന്നും പറയാതെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ നിങ്ങൾ കണ്ടുപിടിക്കുക മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകൾ. ഈ പറഞ്ഞ 3 ബിസിനസ്സിലും കോടികൾ വരെ വരുമാനം വരാം. ഓക്കെ, അപ്പോൾ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. ഓക്കെ, തുലാം രാശിക്കാർക്ക് അതുപോലെ തന്നെ വേറൊരു സംഭവമുണ്ട്. തുലാം രാശിക്കാർക്ക് തന്നെ ലഗ്നം വേറെ ആവാം. ഇപ്പം ഞാൻ തുലാം രാശിക്കാരാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ കർക്കിടക ലഗ്നമാണ്. ഓക്കെ, അപ്പോൾ കർക്കിടക രാശിയിലെ ഫലം കൂടി എനിക്ക് അനുഭവത്തിൽ വരും. അപ്പോൾ അത് ഒക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക. അതായത് തുലാം രാശി ആണെങ്കിലും ലഗ്നം ഏതെന്ന് കണ്ടുപിടിക്കുക. അതിൽ തന്നെ തുലാം രാശിയും തുലാം ലഗ്നവും ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫലങ്ങളുടെ ഇരട്ടി 1 കോടിയല്ല 2 കോടി കിട്ടും. ഏതാണ്ട് അതുപോലെ സംഭവം. ഇത് ജ്യോതിഷത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു, ശരി. അപ്പോൾ ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ 27-28 ദിവസങ്ങളിൽ 9 ഗ്രഹങ്ങളും അനുകൂലം. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഈശ്വരനാണ് നമ്മുടെ അരികിലുള്ളത്. ബ്രഹ്മമുഹൂർത്തത്തിൽ കിടന്ന് ഉറങ്ങിയൊന്നും നടക്കത്തില്ലതൊന്നും. നിഷ്ഠയോടെ ജീവിക്കണം. മടിയന്മാരെയൊന്നും ഈശ്വരനെ സഹായിക്കില്ല. കർമ്മം ചെയ്യണം. മടിയൊക്കെ മാറ്റി നമ്മൾ ഉറങ്ങാനല്ല ജീവിക്കുന്നത്, മനസ്സിലാക്കുക. മനുഷ്യനെ ഈശ്വരനെ സൃഷ്ടിച്ചേക്കുന്നത് ഉറങ്ങാനല്ല. അപ്പോൾ ഉറക്കമൊക്കെ രണ്ടാമത്തെ കാര്യങ്ങളായിട്ട് വെക്കുക. നേരത്തെ കിടന്ന് ഉറങ്ങിയാൽ നേരത്തെ എഴുന്നേക്കാം, അത്രയേ ഉള്ളൂ. ചുമ്മാ രാത്രിയിൽ 11 മണി വരെ 12 മണി വരെയൊക്കെ TV കണ്ട് വെറുതെ സമയം പാഴാക്കുന്നതിന് പകരം നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ട് നേരത്തെ എഴുന്നേക്കുക. നമ്മൾ ഉറങ്ങുന്നത് ഫ്രഷായിട്ട് ഒരു ദിവസം എഴുന്നേക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് പ്രാർത്ഥനയോടെ തുടങ്ങുക. അതിനുശേഷം പുസ്തകം മടക്കി വെക്കരുത്. നിരന്തരം നമ്മൾ ഉണർന്നിരിക്കുന്ന 16 മണിക്കൂറും നമ്മൾ മന്ത്രജപങ്ങളോടുകൂടി തന്നെ നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. വീട്ടിൽ അതെല്ലാം വ്രതമൊക്കെ എടുക്കുക. നിങ്ങൾ എപ്പോഴും നമ്മളുടെ വീട്ടിലെ ഇറച്ചി മീനും കയറ്റാതിരിക്കുക കഴിവതും. ആട്ടെ, ഏറ്റവും മിനിമം വ്രതം എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ ആവുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ആരോഗ്യം വർദ്ധിപ്പിക്കും. കണ്ട ശവങ്ങളെല്ലാം തിന്നു കഴിയുക, അതിൻ്റെ ആയിട്ടുള്ള ദൂഷ്യങ്ങളും വരും. അപ്പോൾ അങ്ങനെ കഠിന വ്രതമുണ്ട്. ഞാൻ അതൊന്നും പറയുന്നില്ല. ഓക്കെ, കഠിന വ്രതമൊക്കെ ഞാൻ ഈയിടെ തമിഴ്നാട് ഏരിയയിലൊക്കെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോയിരുന്നു. അപ്പോൾ തമിഴന്മാർ കറുത്ത മുണ്ടും കറുത്ത ഉടുപ്പും ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്നു. കാലിൽ ചെരുപ്പില്ല, നഗ്നപാതരായിട്ടാണ് അവർ. ചിലർ ഈ തമിഴ്നാട്ടിൽ നിന്ന് നടന്ന് ശബരിമല പോകാറുണ്ട്. അതൊക്കെയാണ് കഠിന വ്രതം. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എനിവേ, അപ്പോൾ ഞാൻ ആവർത്തിക്കുന്നു, കോടികളുടെ വരുമാനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വെറുതെ ആഗ്രഹിക്കുകയല്ല, നമ്മൾ ബോധപൂർവം ഗൗരവപൂർവം കോടികൾ നമ്മൾ ലക്ഷ്യം വെക്കുന്നു. കോടികൾ തന്നെ ലക്ഷ്യം വെക്കുക. ഈ പറയുന്ന
നമ്മൾ പർവ്വതത്തോളം ആഗ്രഹിക്കുക, അപ്പോൾ ഒരു ചെറിയ കുന്നെങ്കിലും കിട്ടും. നമ്മൾ കോടികൾ തന്നെ മനസ്സിൽ കാണുക, പ്രാർത്ഥനയോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, തീർച്ചയായിട്ടും അത് സംഭവിക്കും. പർവ്വതത്തോളം കിട്ടിയില്ലെങ്കിലും കൊടുമുടികളൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു ചെറിയ കുന്നെങ്കിലും കിട്ടിയെന്ന് വരാം. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഈ ജനുവരി 14 നിരവധി ഒരു സാധ്യതയുള്ള ഒരു മാസമാണ് ധനുമാസം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അതിൽ ഈ 29 രാവിലെ 7:25 AM വരെ ഉള്ളൂ 9 ഗ്രഹങ്ങളും അനുകൂലമായിട്ട് വരുന്ന ദിവസങ്ങൾ. പ്രായോഗികമായിട്ട് വരുമ്പോൾ ഡിസംബർ 27, 28 ഈ 2 ദിവസങ്ങളിലും 9 ഗ്രഹങ്ങൾ വീതം അനുകൂലമാണ്. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം തൊട്ട് എങ്കിലും എങ്കിലും മുതൽ നിങ്ങൾ പുതിയൊരു ജീവിതക്രമം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊടുമുടിയും പർവ്വതവും ഒന്നും കിട്ടിയില്ലെങ്കിലും വലിയൊരു കുന്ന് കിട്ടാനുള്ള സാധ്യത അത് ഏതാണ്ട് ഉറപ്പിച്ച് നമുക്ക് പറയാം. നല്ല പ്രാർത്ഥന, ദാനധർമാദികൾ, ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇതെല്ലാം പാലിച്ചു കഴിഞ്ഞാൽ നിഷ്ഠയോടെ ജീവിച്ചു കഴിഞ്ഞാൽ നേട്ടങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഒരു സംശയവുമില്ല. നമുക്ക് കോടികളും ഒന്നും കിട്ടിയില്ലെങ്കിലും കോടികൾ നമ്മൾ ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, അതിന് ചിലവൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ 100 കോടി നമ്മൾ ആഗ്രഹിക്കുന്നു, അതിന് ചിലവല്ലോണ്ട് ആഗ്രഹിക്കുന്നതിന് ഒരു ചിലവുമില്ല. അപ്പം 100 കോടി നമ്മൾ മനസ്സിൽ കാണുന്നു. 1 കോടി വേണ്ട, 1 ലക്ഷം ആണെങ്കിൽ തന്നെ ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ നമ്മൾ പർവ്വതത്തോളം കൊടുമുടികളോളം നമ്മൾ സ്വപ്നം കാണുക. ചിലപ്പോൾ നമുക്ക് ഒരു ചെറിയ കുന്നെങ്കിലും കിട്ടും. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ ഡിസംബർ 27, 28 ഇന്നിപ്പോൾ ഡിസംബർ 22 ഓക്കെ. അപ്പോൾ അത് നമ്മൾ ഇന്ന് മുതൽ തന്നെ ഇപ്പോൾ ഈ നിമിഷം മുതൽ തീർച്ചയായിട്ടും പുതിയൊരു ജീവിതക്രമം, പുതിയൊരു ജീവിതചര്യ നമ്മൾ തുടങ്ങുന്നു. ഉണർന്നിരിക്കുന്ന 16 മണിക്കൂറും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു. നമ്മുടെ ലക്ഷ്യം 100 കോടി ആയിക്കോട്ടെ, അതിന് ചിലവൊന്നുമില്ല. 100 കോടി കിട്ടിയില്ലെങ്കിലും 1 കോടി കിട്ടിയില്ലെങ്കിലും 1 ലക്ഷം രൂപ ടാർഗറ്റ്, ഏറ്റവും മിനിമം ടാർഗറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അത് നടക്കും. അപ്പോൾ ഇവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പോൾ ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞത് ലോട്ടറിയുടെ കാര്യം പറഞ്ഞു, ഭൂമി കച്ചവടത്തിൻ്റെ കാര്യം പറഞ്ഞു, ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞു, ഈ കോടികളുടെ കാര്യം. അതിൽ ഈ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹം ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു കാര്യമുണ്ട്, സർപ്പത്തിൻ്റെയും കേതുവിൻ്റെയും കാര്യം ഞാൻ പറഞ്ഞു, അനുകൂലമാണ് തുലാരാശിക്കാർക്ക്. അതുകൂടാതെ ഈ ഭൂമി കച്ചവടം, അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹം ഏതാണ്? ചൊവ്വ. ചൊവ്വ ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അതായത് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇവിടെ ചൊവ്വ അനുകൂലമായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സർപ്പം പിന്നെ അത് സ്വന്തം ഭൂമി ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് പിതൃസ്വത്ത് കിട്ടാം. കാരണം ഇവിടെ സൂര്യനും അനുകൂലമാണ്, ചൊവ്വയും അനുകൂലമാണ്, സർപ്പവും അനുകൂലമാണ്. ഇത് മൂന്നും കൂടി കണക്ട് ചെയ്ത് കിടക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ശുക്രന് അതിനോടൊപ്പമുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് അതായത് ചൊവ്വ, സൂര്യൻ, സർപ്പം, ശുക്രൻ, വ്യാഴം, എല്ലാ ഗ്രഹങ്ങളും അനുകൂലം, ശനി, ഇതെല്ലാം കൂടി നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഭൂമി കച്ചവടം നടന്നു വരാം. ഈ ദിവസങ്ങളിൽ കോടികളാണ്. ഓക്കെ, അതുപോലെ തന്നെ പിതൃസ്വത്ത് കിട്ടാം.
അതും കോടികൾ തന്നെ ആവാം. അപ്പോൾ ഇതിനെല്ലാം സാധ്യതകളുണ്ട്. ഞാൻ ചുമ്മാ വെറുതെ ഇരുന്ന് രാവിലെ ഇരുന്ന് നുണ പറയുകയല്ല, ഇതിനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ ഭൂമി കച്ചവടം നടക്കാനുള്ള സാധ്യത, ലോട്ടറി അടിക്കാനുള്ള സാധ്യത, അപ്പോൾ കോടികൾ തന്നെ, ഇതെല്ലാം കോടികളുടെ ബിസിനസ്സാണ്. ഓക്കെ. ഓരോ ദിവസവും ഓരോ കോടീശ്വരന്മാർ കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഞാൻ എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും എല്ലാവർക്കും, തുലാം രാശിക്കാർക്ക് മാത്രമല്ല, ഈ വീഡിയോ കണ്ട വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നമസ്കാരം. ശുഭദിനം.